Recording introductory capital. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ് മെയിൻലി ഫോർ ദോസ് ഹു സീരിയസ്ലി വാണ്ട് ടു ബി എ പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ഓർ പ്രൊഫഷണലി പ്രൊഫിഷ്യൻ്റ് അക്കൗണ്ടൻറ്റ്. നമ്മൾ വളരെ വിദഗ്ധരായ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് വൈദഗ്ധ്യം കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ വിദഗ്ധനായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് വർക്കിനെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ പരിപൂർണമായിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള സൈക്കിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആകട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആകട്ടെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആകട്ടെ, ഇതിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്, വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ്, ഇത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രോപ്പർ മെത്തേഡിൽ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, ദാറ്റ് മീൻസ് മാനുവൽ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറോ നിങ്ങൾ ഉപയോഗിക്കൂ, ഏത് ERPയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും യു ആർ നോട്ട് അറ്റ് ഓൾ അഫ്രൈഡ്. നിങ്ങൾ സ്കെയർഡേ അല്ല. വൈ? ബിക്കോസ് ഇതിൽ എന്ത് എൻട്രി എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഇമ്പാക്റ്റ് ഇതാണ്. അത് ഏത് ലെഡ്ജറിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഏത് സോഫ്റ്റ്വെയറിനെയും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടുന്ന ഒരു ക്ലാസ്സാണ് ഇത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, എന്നെ ഈ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാളും ഞാനും കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇൻട്രൊഡക്റ്ററി ക്യാപിറ്റലായിട്ട്, അല്ലെങ്കിൽ പ്രിലിമിനറി ഇൻവെസ്റ്റ്മെൻ്റായിട്ട്, അല്ലെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ആദ്യമായിട്ട് മുതൽ മുടക്കുന്ന പൈസ, അത് തന്നെയാണ് ഇൻട്രൊഡക്റ്ററി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാ ഇൻട്രൊഡക്റ്ററി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നു. അപ്പോൾ ഞാനും നിങ്ങളൊരാളും കൂടിയാണ് ഈ ബിസിനസ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരാളിനെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഫൈനാൻസ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പാർട്ട്നേഴ്സാണ്, പക്ഷേ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളിൽ ഒരാളാണെന്ന് സങ്കല്പിക്കുക. 5 lakhs ഇന്ത്യൻ റുപ്പീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ടറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 5 lakhs ഇന്ത്യൻ റുപ്പീസാണ്. നിങ്ങളിൽ ഒരാളാണ് ഈ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു ബിസിനസ് തുടങ്ങുന്ന ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഈസി ഗോയിങ് മെത്തേഡിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ദേ ഓൾ ആർ എക്സ്പെക്റ്റിംഗ് റിട്ടേൺ. എല്ലാവരും റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിലേക്ക്, ഇല്ലേ? അപ്പോൾ ദേ ആർ വെരി മച്ച് പർട്ടിക്കുലർ അബൌട്ട് ദ ഫൈനാൻസ് സെക്ഷൻ. അപ്പോൾ ഫൈനാൻസ് സെക്ഷൻ, വളരെ നല്ലൊരു ഫൈനാൻസ് സെക്ഷൻ നമ്മുടെ ബിസിനസ്സിന് ഉണ്ടായിരിക്കണമെന്നുള്ളത് എല്ലാ ബിസിനസ്മാനും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബിസിനസ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് എന്ന സീരിയസ്നെസ്സോടു കൂടി നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ വെരി ഈസിലി ബി എ പ്രൊഫഷണലി പ്രൊഫിഷ്യൻ്റ് അക്കൗണ്ടൻറ്റ്. സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിനാദ്യം ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ നമ്മൾ രണ്ടുപേരും കൂടി ഇടുകയാണ്. ഇൻട്രൊഡക്റ്റ്. അപ്പോൾ
ഈ ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ നമ്മൾ രണ്ടുപേരും കൂടി ഇടുമ്പോൾ ഈ രണ്ടുപേരും ഈ കമ്പനിയിലേക്ക് ഏത് രീതിയിലാണ് ആ പേയ്മെൻറ്റ് തരുന്നത് എന്ന് ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന പേയ്മെൻറ്റ്, കമ്പനിയിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുന്ന പേയ്മെൻറ്റ് ഏത് പേയ്മെൻറ്റും ആയിക്കോട്ടെ, ഈവൻ എ സിംഗിൾ ഫിൽസ് ഓഫ് പേയ്മെൻറ്റ്, സിംഗിൾ ഫിൽസിൻ്റെ ഒരു പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നുവെങ്കിൽ കൂടി അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു പണം റിസീവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും there should be document. അതിന് ഡോക്യുമെൻ്റ് ഉണ്ടാകണം. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഓണർ ഓർ എനി അതർ പേഴ്സൺ, ഓണർ ആയിക്കോട്ടെ വേറെ ആരോ ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് എന്തുണ്ടായിരിക്കണം? അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന മണിക്ക് നമ്മളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ റിസീവ് ചെയ്യുന്ന പണത്തിന് നമ്മൾ ഏത് ഡോക്യുമെൻ്റാണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ റിസീവ് ചെയ്യുന്ന പണത്തിന് എന്ത് ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, അതിനൊരു റെസിപ്റ്റ് വൗച്ചറാണ് ഉണ്ടാക്കേണ്ടത്. എന്താ റെസിപ്റ്റ് വൗച്ചർ? അപ്പോൾ കൃത്യമായിട്ടും ആരെല്ലാമാണോ ഇതിലേക്ക് പണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ പേരിൽ റെസിപ്റ്റ് ഉണ്ടാക്കണം. അവരുടെ പേരിലാണ് റെസിപ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന റെസിപ്റ്റിൻ്റെ എങ്ങനെയാണ് ഒരു റെസിപ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു റെസിപ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, ഓ റെസിപ്റ്റോ, സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതിൽ റെസിപ്റ്റ് ഇൻബിൽട്ടാണല്ലോ, നമ്മളതിൽ ശരിക്കും ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതിയല്ലോ, എമൗണ്ട് ഇട്ട് കൊടുക്കുക, ആരുടെ പേരാണോ റിസീവ്, ശരിക്കും ആരാണോ നമുക്ക് പേയ്മെൻറ്റ് തന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇത് മാത്രം ചെയ്താൽ മതിയല്ലോ, എന്നിട്ട് പ്രിൻ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ എന്നാണ് നിങ്ങളിൽ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളൊരു റെസിപ്റ്റ് വൗച്ചർ, ചിലപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉള്ള കമ്പനി തന്നെ, ആ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ് എങ്കിൽ കൂടി ആ കമ്പനിയുടെ ജനറൽ മാനേജറെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതിന് നീ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്റ്റ് ഉണ്ടാക്കണ്ട, നീ ഇതിനൊരു മാനുവൽ റെസിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ പേടിക്കാൻ പാടില്ല. നോ ഇഷ്യൂ, ഐ വിൽ പ്രിപ്പയർ എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. ദാറ്റ് ഈസ് എ പ്രൊഫഷണലി പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറയും. ആ കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്റ്റിൻ്റെ കണ്ടൻസ് എന്തെല്ലാമാണെന്ന് അറിയണം. ഒരു റെസിപ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻസ് എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് ഞാൻ ഈ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റെസിപ്റ്റ് അപ്പോഴുടനെ തന്നെ നിങ്ങൾ ഡെസ്കിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയറിൽ പോയിട്ട് ഉടനെ എന്ത് ചെയ്യും, ഒരു റെസിപ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ എന്താ, നമ്മുടെ കമ്പനി ഹെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയാണ്, നമ്മുടെ കമ്പനിയുടെ പേരിലാണ് നമ്മൾ റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ ഹെഡിങ്, കമ്പനി ഡീറ്റെയിൽസും, കമ്പനിയുടെ പേര്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹെഡിങ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അടുത്ത സബ് ഹെഡ് നമ്മൾ കൊടുക്കുന്നു. ഇത് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? റെസിപ്റ്റ് വൗച്ചർ. റെസിപ്റ്റ് വൗച്ചറാണ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് വയ്ക്കാം, ഇല്ലെങ്കിൽ റെസിപ്റ്റ് വൗച്ചർ എന്ന് തന്നെ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് വെക്കാം. പേയ്മെൻറ്റ് റെസിപ്റ്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സബ് ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ റെസിപ്റ്റിൻ്റെ നമ്പരും ഡേറ്റും
അത് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ആരാണോ ഈ പൈസ നമുക്ക് തരുന്നത്, അവരുടെ റിസീവ്ഡ് ഫ്രം സോ ആൻഡ് സോ. ഇനി നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ള കണ്ടൻസ് എല്ലാം ആ റെസിപ്റ്റിലുണ്ട്. ആ റെസിപ്റ്റ് പോയി നോക്കുമ്പോൾ അത് ആ റെസിപ്റ്റ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിലെ കണ്ടൻസ് ഇതൊക്കെയാണ് എന്ന് കൃത്യമായ ഒരു അവയർനെസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണലി ഒരു റെസിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നു. ഏതിന്? ഈ 5 lakhs ഇന്ത്യൻ റുപ്പീസിന്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ബീയിങ് ദ പേയ്മെൻറ്റ് എഗൻസ്റ്റ് ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ. ബീയിങ് ദ പേയ്മെൻറ്റ് എഗൻസ്റ്റ് ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ തന്നിരിക്കുന്നവരുടെ രണ്ടുപേരുടെയും പേരിൽ ഓരോ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 2,50,000 ഒരു റെസിപ്റ്റ് ഒരാളുടെ പേരിലും വേറൊരാളുടെ പേരിൽ എന്ത് ചെയ്യുക, 2,50,000. ഒന്ന് നിങ്ങളുടെ പേരിൽ തന്നെ ഇടുക, ഇല്ലെങ്കിൽ വേറെ 2 പേരുടെ പേരിൽ തന്നെ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. ആസ് യു ലൈക്ക്. ഇത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ആ റെസിപ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ റെസിപ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ്. ഞാനിനി നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ടാലി, ക്വിക്ക് ബുക്ക്, സാപ്പ്, സോഹോ, ഈ സോഫ്റ്റ്വെയറുകളെല്ലാം ചിലപ്പോൾ ഇതിൽ 1-2 ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ എല്ലാം പരിചയപ്പെട്ടു അല്ലെങ്കിൽ പഠിച്ചു, 20 അല്ലെങ്കിൽ 25,000 ഒക്കെ കൊടുത്തു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന, ഒരു അക്കൗണ്ടൻ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ഓൾ ദ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ്. ഇത് അറിഞ്ഞുകൂടാത്ത CA-കാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ട്രൂത്ത്. അപ്പോൾ നമുക്ക് ഈ പേയ്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന മോഡ്, ഏതെല്ലാം തരത്തിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പൈസ നമുക്ക് വരുന്നത് എങ്ങനെയാണ്, എന്തായിട്ടാ? നമ്മുടെ ബിസിനസ്സിലേക്ക് പണം, ഈ ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ വന്നത് ഒന്നുകിൽ ക്യാഷ് ആകാം. ദാറ്റ് ഈസ് വൺ മോഡ് ഓഫ് പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ്. ഇല്ലെങ്കിൽ അത് ചെക്ക് ആകാം, ചെക്ക് പേയ്മെൻ്റ് ആകാം. ഇല്ലെങ്കിൽ അത് ബാങ്ക് ട്രാൻസ്ഫർ ആകാം, ഡയറക്റ്റ് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡ് ത്രൂ ആയിരിക്കാം. ഇത്രയും പേയ്മെൻറ്റ് മോഡ്സ് ഉണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷുകളുടെ പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ എയ്തർ ക്യാഷ് ആകാം, അല്ലെങ്കിൽ ചെക്ക് പേയ്മെൻ്റ് ആകാം, ബാങ്ക് ടു ബാങ്ക് ആകാം, അതായത് ബാങ്ക് ട്രാൻസ്ഫർ ആകാം. ഓക്കെ. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്, നമ്മളെ ബാങ്കിലേക്ക്, ഒരു ബാങ്കിൽ നിന്നായിരിക്കും നമ്മുടെ ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ ട്രാൻസ്ഫർ ഫണ്ട് ആകാം അത്. അല്ലെങ്കിൽ എന്തുമാകാം, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റും ആകാം. അപ്പോൾ വാട്ട് ആർ ഓൾ ദ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ്? ക്യാഷ്, ഇറ്റ് മേ ബി ക്യാഷ്, ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ ഓർ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്. ഇത്രയും മോഡ് ഓഫ് പേയ്മെൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. ഏറ്റവും കുറഞ്ഞത് ഇത്രയും മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ക്യാഷായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഫ്ലോ വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെ മോഡുകൾക്കനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എമൗണ്ട് പൂൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇൻഫ്ലോ വരുന്ന എല്ലാ എമൗണ്ടുകളും അതിൻ്റെ മോഡ് അനുസരിച്ച് ആ മോഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് അക്കൗണ്ടിലേക്ക് പൂൾ ചെയ്യപ്പെടും. ചെക്കിലാണ് പേയ്മെൻറ്റ് കിട്ടുന്നുവെങ്കിൽ ചെക്ക് അക്കൗണ്ടിലേക്കാണ് ഫസ്റ്റ് പൂൾ ചെയ്യുന്നത്. ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണെങ്കിൽ അത് ബാങ്കിലേക്ക് തന്നെ എന്ത് ചെയ്യും, പോവും.
ക്രെഡിറ്റ് കാർഡാണെന്നുണ്ടെങ്കിലോ അപ്പോൾ അവിടെ വേറെ മനസ്സിലാക്കണം നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. വിസ കാർഡ് വരാം, മാസ്റ്റർ കാർഡ് വരാം, അമേരിക്കൻ എക്സ്പ്രസ് വരാം. വിസ, മാസ്റ്റർ, അമേരിക്കൻ എക്സ്പ്രസ്. അപ്പോൾ വിസ കാർഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിസ കാർഡ് പേയ്മെൻറ്റിലേക്കാണ് വരുന്നതെങ്കിൽ വിസ കാർഡ് ക്രെഡിറ്റ് കാർഡ് വിസ, ക്രെഡിറ്റ് കാർഡ് മാസ്റ്റർ, ക്രെഡിറ്റ് കാർഡ് അമേരിക്കൻ എക്സ്പ്രസ്, ഇങ്ങനെ ഓരോ ലെഡ്ജറിൻ്റെയും ആവശ്യകത നമുക്ക് വരും. സെപ്പറേറ്റ് ലെഡ്ജറിലാണ് നമ്മൾ പൂൾ ചെയ്യേണ്ടത്. ബിക്കോസ് നമുക്ക് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യണം. നമ്മളൊരു അക്കൗണ്ടൻ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലി പ്രൊഫിഷ്യൻ്റ് അക്കൗണ്ടൻ്റായിട്ട് മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യരുത്, സോഫ്റ്റ്വെയർ പഠിക്കാനായിട്ട് പോകാൻ പാടുള്ളൂ. That is why I am insisting all of you to learn manual accounting professionally and experience software or ERP system. Then you will become sure, 100% sure you will become professionally proficient accountant. So what we learned here now, cash പേയ്മെൻറ്റിലാണ് നമുക്ക് ഇൻട്രൊഡക്ടറി ക്യാപിറ്റൽ കിട്ടുന്നുവെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കും, ഒരു റെസിപ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്തിലായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്യാഷിലായിരിക്കും ഉണ്ടാക്കുന്നത്. ക്യാഷ് അക്കൗണ്ടിലേക്കായിരിക്കും അതെന്ത് ചെയ്യേണ്ടത്, നമുക്ക് പൂൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് കിട്ടുന്നുവെങ്കിൽ അതിനൊരു പേയ്മെൻറ്റ് റെസിപ്റ്റ് വൗച്ചർ ആദ്യം ഉണ്ടാക്കണം. അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണെന്ന് മെൻഷൻ ചെയ്യേണ്ടതും ഉണ്ട്. നിങ്ങൾ ഇഫ് യു ഗോ ത്രൂ ദ സാമ്പിൾ റെസിപ്റ്റ് വൗച്ചർ യു വിൽ വെരി ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഓക്കെ.